ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകമാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 6-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. എലീശ പ്രവാചകൻ ചെയ്യുന്ന മറ്റ് ചില അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എലീശയുടെ കീഴിലെ ശിഷ്യഗണം വർദ്ധിച്ചപ്പോൾ അവർക്ക് പാർക്കുവാൻ ഭവനമില്ലാതായി. അപ്പോൾ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, നമുക്ക് നദിക്കക്കരെ അവിടെ ഒരു കെട്ടിടം പണിത് അവിടെ കൂടെ താമസിക്കാനുള്ള ക്രമീകരണം ഉണ്ടാകണം. കെട്ടിടം പണിയാൻ നമുക്ക് മരം മുറിക്കണം. അതിനുവേണ്ടി നമുക്ക് പോകാം. എലീശ അവരുടെ കൂടെ പോവുകയാണ്. അവർ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരം മുറിച്ചുകൊണ്ടിരുന്ന കോടാലി വെള്ളത്തിൽ പോയി. അപ്പോൾ അവർ പ്രവാചകനോട് പറഞ്ഞു, അത് ഞങ്ങൾ കടം വാങ്ങിയതാണ്, അതവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എലീശ അവരുടെ കയ്യിൽ നിന്നൊരു കമ്പ് വാങ്ങി ആ കോടാലി പോയ സ്ഥലത്ത് അവിടെ എറിയുകയും അവിടെ നിന്ന് ആ ഇരുമ്പിൻ്റെ കോടാലി വെള്ളത്തിൽ പൊങ്ങി വരികയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. അത് ഒരു പുനരുത്ഥാനത്തിൻ്റെ ഒരു നിഴലായി പഴയ നിയമത്തിലെ സംഭവമായി നമുക്ക് കാണാവുന്നതാണ്. എലീശ പ്രവാചകൻ ചെയ്തതായ പ്രവർത്തനങ്ങളൊക്കെ ആ രീതി നമുക്ക് കാണാവുന്നതാണ്. ശൂനേംകാരുടെ മകനെ ഉയർപ്പിച്ചതും വിഷകരമായ ഭക്ഷണയോഗ്യമാക്കി ഇത് തീർത്തതും നയമാൻ്റെ കുഷ്ഠരോഗം മാറ്റിയതുമൊക്കെ ഒരു പുതിയ ജീവൻ്റെ, ഒരു പുതുക്കത്തിൻ്റെ, ഒരു പുനരുത്ഥാനത്തിൻ്റെ ഒരു അനുഭവമായി നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലുണ്ടാകാൻ പോകുന്ന മഹാസന്തോഷത്തിൻ്റെ ആ വലിയ രക്ഷയുടെ ഒരു പ്രതീകമായി ഇതിനെ നമുക്ക് പഴയ നിയമത്തിൽ കാണാവുന്നതാണ്. 8 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അരാം രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് തയ്യാറാവുകയാണ്. ഈ സമയത്ത് ഇസ്രായേൽ രാജാവിനെ പ്രവാചകൻ ഈ സംഭവം അറിയിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥനാനിരതനായിരിക്കുന്നതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ളതായ അറിയിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുകയും ഇസ്രായേൽ രാജാവിനെ മുന്നമേ തന്നെ ഈ ഒരുക്കങ്ങൾ അറിയിക്കുന്നതുകൊണ്ട് അദ്ദേഹം അതിനുള്ളതായ പ്രതിരോധം അവിടെ തീർക്കുകയും ചെയ്യുന്നു. അപ്പോൾ അരാം രാജാവ് ഇവിടെ സംശയിക്കുന്ന അദ്ദേഹം വിചാരിക്കുന്നു, എൻ്റെ ഈ പടയാളിൽ തന്നെ ആരോ ചാരന്മാരുണ്ട്. അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം അന്വേഷിച്ച് അവസാനം കണ്ടെത്തുന്നു, ഇതിന് കാരണക്കാരൻ എലീശ പ്രവാചകനാണ്. അദ്ദേഹത്തിന് ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ അദ്ദേഹം കൊടുക്കുന്ന വെളിപ്പാടനുസരിച്ചാണ് ഇസ്രായേൽ രാജാവ് പ്രവർത്തിക്കുന്നതെന്ന സത്യം അദ്ദേഹം അവിടെ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, സംഭവിപ്പാൻ പോകുന്നതിനെ മുന്നമേ അറിയാനും അതനുസരിച്ച് ജനത്തെ രക്ഷിക്കാനും സാധിക്കുന്നതാണ് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് പ്രവാചക ദൗത്യമുണ്ട്. ആ പ്രവാചക ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ, കാലാകാലങ്ങളിൽ സഭയിലും സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളെ ആസ്പദമാക്കി ഇങ്ങനെ പോയാൽ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ജനത്തെ മുന്നമേ അറിയിക്കുവാനും അവരെ രക്ഷിക്കുവാനും സാധിക്കുന്നതാണ് യഥാർത്ഥ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. അത് സാധിക്കണമെങ്കിൽ ദൈവികമായ ബന്ധവും ദൈവികമായ ചിന്തയുമുള്ളവർക്ക് മാത്രമേ അപ്രകാരം ഒരു പ്രവാചക ദൗത്യം ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. 1 കൊരിന്ത്യർ 14:1 പൗലോസ്ലീഹ നമ്മോട് പറയുന്നുണ്ടല്ലോ, വിശേഷാൽ പ്രവചനവരം കാംക്ഷിപ്പീൻ. വിശേഷാൽ പ്രവചനവരം കാംക്ഷിപ്പീൻ. ആ പ്രവചനം എന്തെന്ന് ചോദിച്ചാൽ, കാലാകാലങ്ങളിലുള്ള അനുഭവം, അതിലൂടെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ജനത്തെ അറിയിക്കുക, അവരെ ആ നേർവഴിയിലൂടെ നടത്താനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യുക. അതാണ് യഥാർത്ഥ പ്രവാചക ദൗത്യം. അതാണ് സഭയിലും സമൂഹത്തിലുമുള്ള നേതാക്കന്മാരിൽ നിന്നുണ്ടാവേണ്ടത്. അതാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത്, ദൈവവും പ്രതീക്ഷിക്കുന്നത്. എലീശ പ്രവാചകനെ, ഇത് നമുക്കറിയാം, ഇത് യുദ്ധം മതപരമായ ഒരു കാര്യമല്ല, സാമൂഹികമായ ഒരു സംഭവമാണ്. രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന നാശം അത് മുന്നമേ അറിയിച്ച്, രാജാവിനെ അറിയിച്ച് ജനത്തെ സംരക്ഷിക്കാനുള്ള സംവിധാനം ചെയ്യുന്നത് പോലെ
കാലാകാലങ്ങളിൽ സഭാ നേതാക്കന്മാർക്കും സാമൂഹിക നേതാക്കന്മാർക്കും അതിനിടയാകണം. ദൈവമേ, അതിനവരെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സമരിയ ദേശത്ത് കൂടുതൽ ക്ഷാമം വർദ്ധിക്കുകയും അതിൻ്റെ കാരണം അരാമ്യ രാജാവ് അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി രാജ്യം വളഞ്ഞതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ ലഭിക്കാതെ ദാരിദ്ര്യം വർദ്ധിക്കുകയും സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അത്രമാത്രം ശോചനീയമായ അവസ്ഥയിലേക്ക് ആ രാജ്യം എത്തിച്ചേരുകയാണ്. സ്വന്തം മക്കളെ ഭക്ഷിക്കേണ്ടതായ ഒരു സാഹചര്യം, കാരണം ഭക്ഷിപ്പാൻ ഒന്നുമില്ലാത്തതായ ഒരു സാഹചര്യം. അങ്ങനെ വന്നപ്പോൾ നമ്മൾ വായിക്കുന്നു, രാജാവ് പോലും അടിയിൽ ചാക്ക് വസ്ത്രം ധരിക്കുന്ന അനുഭവം, ക്ഷാമം, വസ്ത്രത്തിൻ്റെ ക്ഷാമം. പിന്നീട് നമുക്കറിയാം ദുഃഖത്തിൻ്റെ, നിരാശയുടെ പ്രതീകമായും ചാക്ക് വസ്ത്രം ഇസ്രായേൽ ജനം ധരിച്ചിരുന്നല്ലോ. അപ്രകാരമുള്ളതായ ഒരു വലിയ അനുഭവം ആ രാജ്യത്തുണ്ടാവുകയാണ്. കാരണം മറ്റ് രാജാവുകൾ രാജ്യത്തെ വളഞ്ഞതുകൊണ്ട് അവിടെ അവർക്ക് വലിയ ക്ഷാമത്തിൻ്റെ ഒരു വലിയ അനുഭവം അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അവസാനം നമ്മൾ വായിക്കുന്ന ഇതാണ്, ഈ സിറിയൻ രാജാവായ ബിൻ ഹദാദ് മനസ്സിലാക്കുന്നതിനൊക്കെ കാരണം എലീശ പ്രവാചകനാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ കൊന്നുകളയാൻ വേണ്ടി അദ്ദേഹം അവിടെ ഒരുങ്ങുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹമല്ല കാരണമെന്ന് നമുക്കറിയാം. എങ്കിലും അങ്ങനെയുള്ളവരെ കൊന്നുകളയാനുള്ള, അവരെ നീക്കം ചെയ്യാനുള്ള ഒരു ആലോചനയാണ്, ദുഷ്ടവിചാരമാണ് രാജാവിനുണ്ടാകുന്നത്. അവസാനം അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ പ്രവാചകനല്ല, ദൈവം തന്നെ വരുത്തിയതാണെന്നുള്ള ഒരു വലിയ ഒരു തിരിച്ചറിവിലേക്ക് പോകുന്നതായി ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചിന്താവിഷയം പ്രവാചക ദൗത്യമാണ്. പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് കാലാകാലങ്ങളിലെ സംഭവങ്ങളെ വിലയിരുത്തി ഭാവിയിൽ ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും, അധാർമികമായി ജീവിച്ചാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും, ദൈവത്തെ വിട്ടുള്ള ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് സമൂഹത്തെയും ജനത്തെയും അറിയിക്കുവാനുള്ള ബാധ്യത സഭാ നേതൃത്വത്തിലും സമൂഹ നേതൃത്വത്തിലുള്ളവർക്കും ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെയൊക്കെ ഭാഗങ്ങളാണല്ലോ. അപ്രകാരം ദൈവവുമായുള്ള ഒരു വലിയ ബന്ധത്തിൽ എലീശ പ്രവാചകൻ അത് സാധിച്ചു, തൻ്റെ ഉൾക്കണ്ണുകളെ തുറക്കാൻ സാധിച്ചത് ദൈവവുമായുള്ള ബന്ധത്തിലായിരുന്നതുപോലെ നമുക്ക് ദൈവവുമായുള്ള ശക്തമായ ബന്ധത്തിലായിരുന്ന അപ്രകാരം ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ നേതാക്കന്മാരെ അതിന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.